ഇന്ന് നമുക്ക് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് സോൾവ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് സൈൻ വൈ. യൂഷ്വലി നമ്മൾ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉൾപ്പെടുന്ന ഒരു ടേം മാത്രമേ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഉള്ളെങ്കിൽ വി ക്യാൻ അപ്ലൈ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് ഒറ്റ ടേമിൽ മാത്രമേ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉള്ളൂ, അതായത് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന ഒരു ടേം മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ അപ്ലൈ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. ഈ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ എന്താണെന്ന് മെത്തേഡ് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് പ്രിലിമിനറി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കും അല്ലേ. അതായത് ഇൻ്റഗ്രൽ ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് വാട്ട് വി ന്യൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാം അല്ലേ. അതായത് ഇൻ്റഗ്രലും ഡെറിവേറ്റീവും ശരിക്കും നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റഗ്രലും ഡെറിവേറ്റീവും കൂടെ ക്യാൻസലായി പോയിട്ട് നമുക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. അതായത് ഒരു ഡെറിവേറ്റീവിൽ നിന്നും ആ ഫംഗ്ഷനെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ആ ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ അത് മാത്രമല്ല മറ്റു കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ളത്, ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ആയിരിക്കും. അതായത് നമുക്കറിയാവുന്നത് ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈയുമാണ്. അപ്പോൾ നമ്മൾ ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ പാർഷ്യലി ഇൻ്റഗ്രേറ്റ് വിത്ത് എക്സ് ആസ് ദ വേരിയബിൾ ഡി എക്സ് ആണെങ്കിൽ അതിൻ്റെ ആൻസർ ഇസഡ് ആയിരിക്കും. കാരണം ഈ ഡെറിവേറ്റീവും ഈ പാർഷ്യൽ ഇൻ്റഗ്രേഷനും കൂടെ ക്യാൻസലായിട്ട് നമുക്ക് ഇസഡ് എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്കിവിടെ ഇൻ്റഗ്രൽ ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുവാണെങ്കിലും ഇൻ്റഗ്രലും പാർഷ്യൽ ഡെറിവേറ്റീവും കൂടെ ക്യാൻസലായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ ഇസഡ് എന്ന് തന്നെ കിട്ടും. അതായത് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഇസഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഈ കൺസെപ്റ്റ് അനുസരിച്ച് റിവേഴ്സ് പ്രോസസ്സ് വഴി നമുക്ക് ഇസഡിലേക്ക് എത്താം. അതായത് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് ഇസഡിനെ ആദ്യം നമ്മൾ ഏറ്റവും ഉള്ളിൽ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, വീണ്ടും അതിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു അല്ലേ. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഇസഡിലേക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മളിതിനെ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മളതിനെ വീണ്ടും, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോ ഇസഡ് ബൈ ഡോ വൈ ആയിരിക്കും. അതായത് എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് കിട്ടും. ഇനി വീണ്ടും ഈ കിട്ടിയിരിക്കുന്ന ഡോ ഇസഡ് ബൈ ഡോ വൈനെ വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ പാർഷ്യൽ ഡെറിവേറ്റീവും പാർഷ്യൽ ഇൻ്റഗ്രേഷനും ക്യാൻസലായിട്ട് ഇസഡ് എന്ന വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വഴിയാണ്, ഈ റിവേഴ്സ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഈ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കുക, ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഔട്ട്സൈഡുള്ള വേരിയബിൾ ഏതാണെന്ന് നോക്കുക, ഡോ ബൈ ഡോ എക്സ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് പാർഷ്യലി. നമ്മളിവിടെ പാർഷ്യൽ ഇൻ്റഗ്രേഷനാണ് ഉപയോഗിക്കുക. അതായത് എക്സ് വെച്ച് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻറ്റും വൈ വെച്ച് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻറ്റുമായിട്ട് കൺസിഡർ ചെയ്യാം. ഇൻ്റഗ്രേറ്റ് പാർഷ്യലി കൺസിഡറിങ് എക്സ് ആസ് ദ വേരിയബിൾ. ദെൻ വി ഗെറ്റ്, കാരണം ഇവിടെ എക്സ് ആയതുകൊണ്ട് ആദ്യം നമ്മൾ എക്സ് വെച്ചാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഇൻ്റഗ്രൽ ഓഫ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. എക്സ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ ഡി എക്സ് എന്ന് കൊടുക്കുക, ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ ഡി എക്സ് എന്നാണ് കൊടുക്കുന്നത്. നോ ലെഫ്റ്റ് സൈഡ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഇൻ്റഗ്രൽ ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ആ ഇൻ്റഗ്രേഷനും ആ ഡിഫറൻസിയേഷനും റിവേഴ്സ് പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ രണ്ടാമത്തെ ടേം മാത്രമായിരിക്കും റിമെയിൻ ചെയ്യുക. അതായത് ഡോ ബൈ ഡോ വൈ ആണ് റിമെയിൻ ചെയ്യുക.
റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് സൈൻ വൈ ഡി എക്സ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് സൈൻ വൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സൈൻ വൈ ഔട്ട് സൈഡ് എടുക്കാം. വീണ്ടും നമുക്ക് അവിടെ മിച്ചം വരുന്നത് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ആണ് അല്ലേ, സൈൻ വൈ കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ ഡോ സെഡ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു സൈൻ വൈ ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം കോസ് എക്സ് ആണ് അല്ലേ, സൈൻ എക്സ് ഈസ് മൈനസ് കോസ് എക്സ് ഇൻ്റഗ്രൽ അല്ലേ. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, പക്ഷേ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്. സോ അവർ ആൻസർ ഈസ് സൈൻ വൈ ഇൻറ്റു മൈനസ് കോസ് എക്സ് പ്ലസ്, നമുക്കിവിടെ ഒരു പ്ലസ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സാധാരണ നമ്മൾ സി എന്നാണ് എഴുതുക. പക്ഷേ ഈ ഒരു കേസിൽ വരുമ്പോൾ നമ്മൾ വൈനെ എക്സ് വെച്ച് ചെയ്യുമ്പോൾ വൈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതുമ്പോൾ അത് വൈയുടെ ഒരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്ത് എഫ് ഓഫ് വൈ എന്ന ആർബിട്രറി ആയിട്ട് എഴുതുന്നു. ഓക്കെ, ബിക്കോസ് സിൻസ് വൈ ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇൻസ്റ്റെഡ് ഓഫ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വി വിൽ റൈറ്റ് എഫ് ഓഫ് വൈ, വൈയുടെ ഒരു ഫംഗ്ഷനാണ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനായിട്ട് പകരം എഴുതുക. അത് ജസ്റ്റ് അങ്ങനെ എഴുതിയാൽ മാത്രം മതി. ഇനി വീണ്ടും ഇസഡാണ് നമ്മുടെ സൊല്യൂഷൻ. ഇസഡിലേക്ക് എത്താൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ഡോ സെഡ് ബൈ ഡോ വൈ ആണ്. അതിൽ നിന്നും ഇസഡ് കിട്ടാൻ നമ്മൾ വൈ വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ ഇൻ്റഗ്രേറ്റ് പാർഷ്യലി വിത്ത് വൈ ആസ് ദ വേരിയബിൾ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോൾ ഇൻ്റഗ്രൽ ഡോ സെഡ് ബൈ ഡോ വൈ ഡി വൈ എന്ന് വരും അല്ലേ. സോ ഇറ്റ്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, നമ്മളിവിടെ ഡി വൈ വെച്ച് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും നമ്മൾ സൈൻ വൈ ഇൻറ്റു മൈനസ് കോസ് എക്സ് ഓരോ ടേം ബൈ ടേം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ രണ്ടാമത്തെ ടേം എഫ് വൈ ഡി വൈ എന്ന് വരും. ഓക്കെ, ഇനി ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് നോക്കുക. ഡോ ബൈ ഡോ വൈയും ഇൻ്റഗ്രലും റിവേഴ്സ് പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇസഡ് മാത്രം റിമെയിൻ ചെയ്യും. അപ്പോൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്തി. ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ വൈ വെച്ച് ചെയ്യുന്നത് കൊണ്ട് മൈനസ് കോസ് എക്സ് കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു സൈൻ വൈയുടെ ഇൻ്റഗ്രൽ എഴുതുക, ദാറ്റ് ഈസ് മൈനസ് കോസ് വൈ പ്ലസ് രണ്ടാമത്തെ ടേം ഇൻ്റഗ്രൽ എഫ് വൈ ഡി വൈ ആണ്. അതിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ വൈയുടെ മറ്റൊരു ഫംഗ്ഷൻ ആയിരിക്കും. അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈയുടെ മറ്റൊരു ഫംഗ്ഷൻ എഫ് വൺ വൈ എന്നോ ജി ഓഫ് വൈ എന്നോ നിങ്ങൾക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈനെ എഫ് ഓഫ് വൈനെ വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ഫംഗ്ഷൻ ഓഫ് വൈ കിട്ടുന്നു. ഇൻ ഓർഡർ ടു റെപ്രസെൻറ്റ് ദാറ്റ് വി വിൽ റൈറ്റ് എഫ് വൺ വൈ. കൂടാതെ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനും എഴുതണം. ദിസ് ടൈം കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ബിക്കോസ് എക്സ് ഈസ് കൺസിഡേർഡ് ആസ് എ കോൺസ്റ്റൻറ്റ് ഹിയർ. ഇവിടെ എക്സ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്, വൈ വെച്ചാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതുക. നമ്മളിവിടെ എഫും എഫ് എണ്ണും ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് മറ്റു ഫംഗ്ഷൻ്റെ ലെറ്റർ ഉപയോഗിക്കാം. ജി ഓഫ് എക്സ് എക്സിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഇസഡ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് cos x cos y plus f1y plus g of x. Okay, so this is how we do the method by direct integration. അപ്പോൾ ഒരു ടേമിൽ മാത്രമേ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉള്ളെങ്കിൽ 1/1 ആയിട്ട് നമ്മൾ റിവേഴ്സ് ആയിട്ട് ചെയ്യുകയാണ് ഇൻ്റഗ്രേഷൻ, പാർഷ്യൽ ഇൻ്റഗ്രേഷനാണ് ചെയ്യുന്നത്. ഏത് വേരിയബിൾ ആണെന്നുള്ളത് ഈ ഡിനോമിനേറ്റർ നോക്കി മനസ്സിലാക്കുക. ഏറ്റവും ഔട്ട്സൈഡുള്ള വേരിയബിൾ വെച്ച് ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ അതിനുള്ളിലുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും ഈ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണോ വൈ ആണോ എന്നനുസരിച്ച് എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.